ഹായ് ഫ്രണ്ട്സ്, ഫാറ്റ് ലോസിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണ്? നമുക്കറിയാം, നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാലറി ഡെഫിസിറ്റ്. നിങ്ങൾ നോർമലി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുറച്ച് കാലറി ഡെഫിസിറ്റിലായിരിക്കണം. കാലറി ഡെഫിസിറ്റിലായിരിക്കുമ്പോഴേ നമുക്ക് ഫാറ്റ് ലോസ് കുറച്ച് എഫക്റ്റീവായിട്ട് സാധിക്കുള്ളൂ. ബട്ട് നമ്മളെ അതിന് സഹായിക്കുന്ന കുറച്ച് ടൂളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാക്കിംഗ്. സിമ്പിൾ വാക്കിംഗ്. നമുക്ക് വാക്കിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. നമുക്ക് എപ്പോഴും ചെയ്യാം. നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ടി വി കണ്ടിട്ട് വാക്ക് ചെയ്യാം, ഫോണിൽ വീഡിയോ കണ്ടിട്ട് വാക്ക് ചെയ്യാം, കാഷ്വലായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ നിങ്ങൾക്ക് വാക്ക് ചെയ്യാം. അങ്ങനെ വാക്കിംഗ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് എങ്ങനെ ഫാറ്റ് ലോസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് മീൽ വാക്കിംഗ് ഒരു റുട്ടീൻ ആക്കുക. എന്ന് വെച്ചാൽ എല്ലാ മീലിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾ വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ പോസ്റ്റ് മീൽ വാക്കിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും. നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി മസിൽസ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുവഴി നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ് മസിൽസിന് എനർജിക്ക് ആവശ്യമായിട്ട് അത് എടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് പോസ്റ്റ് മീൽ വാക്കിംഗ് ഈസ് എ ബെസ്റ്റ് ഫാറ്റ് ലോസ് സ്ട്രാറ്റജി. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഹെവി കാർബ് മീലാണെങ്കിൽ തന്നെ നിങ്ങൾ വാക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് നമ്മളുടെ 30% ഗ്ലൂക്കോസ് സ്പൈക്ക് റെഡ്യൂസ് ആവുന്നതാണ്. അങ്ങനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഗ്രാജുവലി കൂടി വരും. ഈ വാക്ക് ചെയ്യുന്ന ആളുകളിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുകയും അതുകൊണ്ട് നമ്മളുടെ ബോഡി ഫാറ്റ് സ്റ്റോറേജ് കുറയ്ക്കുകയും ചെയ്യുന്നു. ബോഡിയുടെ ഫാറ്റ് സ്റ്റോറേജിനായിരിക്കില്ല ബോഡി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് മസിൽസ് ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റാനായിരിക്കും ബോഡി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സോ അങ്ങനെ നിങ്ങൾ ഒരു 20 മിനിറ്റ്സ് നമ്മൾ 3 മീൽസിനും നമ്മൾ വാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ദിവസം 60 മിനിറ്റ്സ് വാക്ക് ചെയ്തു. അതുകൂടാതെ അല്ലാതെ നിങ്ങളിപ്പോൾ നോർമലി നിങ്ങൾ കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലേക്ക് പോയി വരുന്നതെല്ലാം നിങ്ങളുടെ വണ്ടി ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് വാക്ക് നടന്ന് തന്നെ പോവുക. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ വാക്കിംഗ് ഒരു ദിവസം ഒരു 100 മിനിറ്റ്സ് എങ്കിലും കുറഞ്ഞത് വാക്ക് ചെയ്യാൻ നോക്കുക. അതായത് 10,000 സ്റ്റെപ്സ്. ഈ 10,000 സ്റ്റെപ്സ് ഡെയിലി വാക്ക് ചെയ്യുന്നത് കൊണ്ടൊരു ഗുണമുണ്ട്. ഒരു ദിവസം 10,000 സ്റ്റെപ്സ് ടോട്ടൽ വാക്കിംഗ് എന്ന് പറയുന്നത് 10,000 സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യുകയാണ്. അതായത് ഓൾമോസ്റ്റ് 100 മിനിറ്റ്സ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 270 മുതൽ 320 കലോറി വരെ ബേൺ ചെയ്യും. അത് സ്ലോ ഫേസിൽ വാക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ 270 കലോറി ഒരു ദിവസം വാക്ക് ചെയ്യും. ഒരു മോഡറേറ്റ് ടു ഹൈ ഫേസിൽ വാക്ക് ചെയ്യുന്നവർക്ക് 320 കലോറി എടുത്ത് ബേൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം 320 കലോറി ഡെഫിസിറ്റിലാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാളും. അങ്ങനെ ഒരു ആഴ്ച നിങ്ങൾ 7 ഡേയ്സ് നിങ്ങൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 2100 കലോറി നിങ്ങൾ വാക്കിങ്ങിലൂടെ ബേൺ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 2100 കലോറി ഡെഫിസിറ്റിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 30 ദിവസം, നമ്മളൊരു 1 മന്ത് ഗോളാണ് നമ്മൾ എടുക്കുന്നത്. 30 ദിവസം നമ്മൾ 10,000 സ്റ്റെപ്സ് ഡെയിലി വാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 9,500 കിലോ കലോറി എടുത്ത് നിങ്ങൾ ബേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഒരു കിലോ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ, ഇപ്പോൾ ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ 1 കിലോ ഫാറ്റിൻ്റെ കലോറി എന്ന് പറയുന്നത് 7,700 കലോറിയാണ്. അപ്പോൾ ഒരു മാസം നിങ്ങൾ ഈ 10,000 കലോറി എടുത്ത് നിങ്ങൾ നടന്നുകൊണ്ട് ബേൺ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 1 കിലോ ഫാറ്റ് എടുത്ത് ഒരു മാസം ബേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രാജുവലി നിങ്ങൾ ഫാറ്റ് ലോസിലോട്ട് നിങ്ങൾ അധികം എഫോർട്ട് എടുക്കാതെ, സ്ട്രഗിൾ ചെയ്യാതെ നിങ്ങൾ ഫാറ്റ് ലോസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് വാക്കിംഗ്. സോ ഞാൻ ഓൾവേസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, പ്രയോറിറ്റൈസ് വാക്കിംഗ്. വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ലോസിന് മാത്രമല്ല, നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് വേണ്ടി, നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. സോ ഗൈസ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.